നടിയും അവതാരകയും നർത്തകയും കോമഡി ഷോകളിലെ നിറസാന്നിധ്യവുമായിരുന്ന സുബി സുരേഷ് വിട പറഞ്ഞിട്ട് 2 വർഷം. ഒരു പ്രൊഫഷണൽ ഹാസ്യ നടിയായും ടെലിവിഷൻ അവതാരകയായും പെൺകരുത്തു തെളിയിച്ച അതുല്യ പ്രതിഭയായിരുന്നു സുബി സുരേഷ്. മലയാളത്തിൽ കോമഡി രംഗത്ത് പുരുഷന്മാർ അരങ്ങ് തകർക്കുന്ന കാലത്താണ് വേറിട്ട ഹാസ്യാവതരണ ശൈലിയിലൂടെ മലയാളിയുടെ പ്രിയപ്പെട്ട താരമായി സുബി മാറിയത്. സ്റ്റേജ് ഷോകളിൽ തന്റെ ഒറ്റയാൾ പ്രകടനം കൊണ്ട് തിളങ്ങിയ സുബി പ്രതിസന്ധികളിൽ നിന്ന് ദൃഢനിശ്ചയവും സ്ഥിരോത്സാഹവും കൊണ്ട് ഉയർന്നുവന്ന അഭിനേത്രിയായിരുന്നു. അഭിനയിച്ച കോമഡി പരിപാടികളിലെല്ലാം സ്വതസിദ്ധമായ തമാശകൾ കൊണ്ട് പ്രേക്ഷകരെ ചിരിപ്പിച്ചു. ഉണ്ടായിരുന്ന വീടും പറമ്പും വിറ്റ് വെള്ളം കുടിച്ച് നശിപ്പിച്ചില്ലേ, എന്നിട്ട് ഇപ്പൊ കടത്തിണ്ണേല കിടപ്പ്. നാണുല്ലേ മനുഷ്യ നിങ്ങക്ക്? നീ വിഷമിക്കാതിരിക്കടി, നിനക്ക് വേണ്ടി ഞാനൊരു താജ്മഹൽ പണിയും. ആ താജ്മഹൽ എന്റെ മനുഷ്യ, ലോൺ എടുത്തെങ്കിൽ നിങ്ങൾക്കൊരു പേര പണിയാ മേലെ. സിനിമാല എന്ന ഹാസ്യ പരിപാടിയിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കി ടെലിവിഷൻ രംഗത്തെത്തിയ നടി ഒട്ടേറെ സിനിമകളിലും സീരിയലുകളിലും വേഷമിട്ടു. രാജസേനൻ സംവിധാനം ചെയ്ത കനകസിംഹാസനം എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിലെ അരങ്ങേറ്റം. ഇത് ഞാൻ സ്നേഹം കൊണ്ട് തരുന്നതാ. ഇവിടെ രഹസ്യമായിട്ട് പലരും ഇത് കഴിക്കാറുണ്ട്. ആദ്യത്തെ നോട്ടത്തിൽ തന്നെ എന്റെ ഗോപാൽക്കാരൻ എനിക്ക് എന്ന് ഇഷ്ടമായിരുന്നു. ഇടയ്ക്കൊക്കെ ഒരു ദിവസം ഇത് കഴിച്ച് എൻജോയ് ചെയ്യണ്ടേ. പഞ്ചവർണ്ണ തത്ത, ഡ്രാമ, 101 വെഡിങ്, ഗൃഹനാഥൻ, കില്ലാടിരാമൻ, എൽസമ്മ എന്ന ആൺകുട്ടി, തസ്കര ലഹള തുടങ്ങി 20-ലധികം സിനിമകളിൽ അഭിനയിച്ചു. അവതാരകയുടെ റോളിലെത്തിയപ്പോഴും കാഴ്ചക്കാരെ ഒട്ടും മടുപ്പിക്കാതെ സദസ്സിനെ കയ്യിലെടുത്തു. സാറിന് വേണ്ട പച്ചക്കറികൾ ചേച്ചിയുടെ കൈകൊണ്ട് തന്നെ വാങ്ങിക്കണോന്ന് പറഞ്ഞ് മാർക്കറ്റിൽ പോയിരിക്കുക. ഞാൻ പോവാന്ന് പറഞ്ഞു, പക്ഷെ സമ്മതിച്ചില്ല. എന്താ സാർ? അല്ല, ഞാനൊരു ഫയൽ എടുക്കാൻ മറന്നുപോയി. ഈ ചുവന്ന ഫയല് എടുക്കാൻ വേണ്ടി വന്നതാ. കുട്ടിപ്പട്ടാളം എന്ന ടെലിവിഷൻ ഷോ സുബിക്ക് കൂടുതൽ ആരാധകരെ നേടിക്കൊടുത്തു. കോമഡിയിലെ ടൈമിങ്ങും കൈയടക്കത്തോടെയുള്ള ഹാസ്യ അവതരണവുമാണ് സുബിയെ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാക്കി മാറ്റിയത്. അപ്രതീക്ഷിതമായി മലയാള ഹാസ്യരംഗത്ത് സുബി സുരേഷിന്റെ വിയോഗമുണ്ടാക്കിയ വിടവ് ഇന്നും നികത്തപ്പെടാതെ കിടക്കുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, TCV.